സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദമല്ല, പക്ഷേ ഒരു വലിയ വാർത്തയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ വേഗത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം എന്നുള്ള ചിന്ത കൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മലയാളം മീഡിയയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിനെക്കുറിച്ചാണ്. അറസ്റ്റിലാകുമോ, അറസ്റ്റിലായോ, അറസ്റ്റിലായി എന്നൊക്കെ അഭ്യൂഹങ്ങൾ പരക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെങ്കിലും പ്രധാന വാർത്തയുടെ തലക്കെട്ടുകളായി വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യം നിഷേധിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി, രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തുന്നു, അതായത് ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചാടി ജീവനൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അറസ്റ്റ് ഉടനുണ്ടാകും, അറസ്റ്റിലായി എന്നൊക്കെയുള്ള വിധത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേഗത്തിൽ ഒരു ചെറിയ വീഡിയോ എനിക്ക് പറയാനുള്ളത് എന്ന ഈ സെഷനിൽ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ പറയാനാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വളരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു നേതാവിൻ്റെ പതനം, അത് നമുക്ക് തരുന്ന പാഠമെന്താണ്, നമ്മൾ പഠിക്കേണ്ട പാഠമെന്താണ്? ഇത് ഒന്നാമത്തെ ഒരു വിഷയം ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ഞാൻ അവസാനമായിട്ട് പറയാം. ആദ്യ വിഷയത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ പൊങ്ങി വന്ന ശേഷം, അതായത് ഈ ഒരാഴ്ചയായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആദ്യ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ വീഡിയോകളുടെ കമൻറ്റുകളൊക്കെ നോക്കിയാൽ വളരെ വലിയ ഒരു സപ്പോർട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ചാനലുകൾ നടത്തുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളില്ലേ, അത്തരം വോട്ടെടുപ്പുകളിൽ 70, 80, 90% വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. പക്ഷേ ഞാൻ ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചു. ഇന്ന് അത്തരത്തിലുള്ള അഭിപ്രായ വോട്ടെടുപ്പുകളിൽ അത് 50% കുറഞ്ഞിരിക്കുന്നു. അതായത് 40% ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർക്കുന്നവർ ഉള്ളപ്പോൾ 50% ആളുകൾ, നിഷ്പക്ഷമായിട്ടൊരു 10% ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ വളരെ കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയും തള്ളിക്കളഞ്ഞു. ഷാഫി പറമ്പിലും അദ്ദേഹത്തെ കൈവിട്ടുകൊണ്ട് പത്രക്കാരോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഇത്തരം ഒരു വലിയ വീഴ്ചയ്ക്കുള്ള കാരണമെന്താണ്? ഞാൻ പറഞ്ഞല്ലോ, വളരെ സ്വാധീനമുള്ള നേതാവായിരുന്നു. ഒരുപക്ഷെ ഒരിക്കൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പോലും ആകുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ച, അങ്ങനെയൊക്കെ ഉള്ള വിധത്തിൽ രാഹുലിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ചില സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മളങ്ങനെ കേട്ടത് ഭാവി മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹം. അത്രയ്ക്ക് കരുത്തുള്ള, അത്രയ്ക്ക് വാക്ചാതുര്യമുള്ള, സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു. പക്ഷേ എല്ലാം ഒന്നിച്ചിപ്പോൾ തകർന്നടിഞ്ഞ് വീണിരിക്കുകയാണ്. ആദ്യം സംശയത്തിന് ആനുകൂല്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം കൊടുത്ത ജാമ്യ അപേക്ഷയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അവിഹിത ബന്ധമുണ്ടെന്നോ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നെന്നൊക്കെ തുറന്ന് സമ്മതിച്ചതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളത് കേരള സമൂഹത്തിന് ഉറപ്പായി. അതുകൊണ്ട് രാഹുലിൻ്റെ വീഴ്ച വലിയ വീഴ്ചയാണ്. ഇനിയും എഴുന്നേക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്നത് വ്യക്തമായിക്കൊണ്ടുള്ള വാർത്തകളാണ് നമ്മൾ ചുറ്റും കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ ഒരു വീഴ്ച അവിടെ നിൽക്കട്ടെ. ഞാനെപ്പോഴും പാഠഭേദത്തിൽ ചെയ്യുന്നത് വളരെ അധികം ജനം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമെടുത്തിട്ട് അതിൽ നിന്ന് ആത്മീയ പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഞാൻ ഒരു ആത്മീയ പാഠത്തിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ചയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വേദപുസ്തകത്തിലെ സാംസൺ അല്ലെങ്കിൽ ശിംശോൻ എന്ന ക്യാരക്ടറാണ്. ഒരു വൻ വീഴ്ചയ്ക്ക് വേദപുസ്തകത്തിൽ നിന്ന് എടുത്തു കാണിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ശിംശോൻ വളരെ കരുത്തനാകുന്ന ഇസ്രായേലിൻ്റെ ഒരു ന്യായാധിപനായിരുന്നു. ഒറ്റയ്ക്ക് ആയിരങ്ങളെ നേരിടുവാൻ കരുത്തുണ്ടായിരുന്ന അത്ര പ്രഗത്ഭനാകുന്ന ശിംശോൻ അവൻ വീഴുവാൻ, അവൻ തകർന്നടിയുവാൻ ഇടയായിത്തീർന്നു. ശിംശോൻ്റെ കഥ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ആ കഥ മുഴുവനായി ഞാൻ പറയുന്നില്ല. എന്നാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ ന്യായാധിപനായി ശിംശോൻ ഇരിക്കുമ്പോൾ ഫിലിസ്തീനയുടെ വലിയ വലിയ സൈന്യങ്ങളെ ശിംശോൻ ഒറ്റയ്ക്ക് നേരിട്ടിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ ശിംശോൻ പരാജയപ്പെടുവാൻ കാരണം ശിംശോൻ ഒരു ബലഹീനതയുണ്ടായിരുന്നു. ആ ബലഹീനത, സ്ത്രീ വിഷയത്തിൽ ശിംശോൻ വളരെ ബലഹീനനായിരുന്നു. മറ്റു പല കാര്യങ്ങളിലും അദ്ദേഹം
കരുത്തനാണെങ്കിലും സ്ത്രീ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ബലഹീനത ശരിക്കും ശിംശോൻ്റെ ശത്രുക്കളാകുന്ന ഫിലിസ്തീയർ ഉപയോഗിച്ചു. ശിംശോനെ തകർക്കുവാൻ ആ ഒരു ബലഹീനത കാരണമായി തീർന്നു. വളരെ പ്രസിദ്ധമാകുന്ന ഒരു പറച്ചിലുണ്ട്, ശത്രുക്കളല്ല അല്ലെങ്കിൽ ഫിലിസ്തീയരല്ല ശിംശോനെ ഇല്ലായ്മ ചെയ്തത്, തകർത്തത് ശിംശോൻ്റെ ബലഹീനതകളാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, കഴിഞ്ഞ പല സന്ദർഭങ്ങളിൽ ഞാൻ നമ്മുടെ ചാനലിലൂടെ പാഠഭേദത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ള പാഠമാണ്. ദൈവമക്കൾ, ദൈവദാസന്മാർ, അഭിഷക്തന്മാർ, വലിയ അഭിഷേകമുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതം നയിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങ് വശത്ത് നിർത്തി ഇനിയും എനിക്ക് സംസാരിക്കാനുള്ളത് വിശ്വാസികളോടാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ചില സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര കരുത്തനായ ദൈവദാസനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉള്ള ചില ബലഹീനതകളുടെ മേൽ, ഈ പറഞ്ഞതുപോലെയുള്ള ചില ബലഹീനതകളുടെ മേൽ ജയം ഉണ്ടായില്ലെങ്കിൽ വീണുപോകുവാനും പരാജയപ്പെടുവാനും ലോകത്തിന് മുമ്പിൽ അപഹസിക്കപ്പെടുവാനും വലിയ സാധ്യതയുണ്ട്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു സംഭവം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമെന്ന് പോലും ആളുകൾ വാഴ്ത്തിപ്പാടിയ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇപ്പോൾ വളരെ പരാജയപ്പെട്ട ഒരു വിധത്തിൽ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ചെറുപ്പക്കാരനെക്കുറിച്ച് ആ വിധത്തിൽ എനിക്ക് സഹതാപമുണ്ട്. ഒരാൾ നശിക്കുമ്പോൾ സന്തോഷിക്കുവാൻ കഴിയില്ലല്ലോ, സഹതപിക്കുവാനേ നമുക്ക് കഴിയുള്ളൂ. സങ്കടമുണ്ട്. ഒരു നല്ല ചെറുപ്പക്കാരൻ, നല്ലതെന്ന് പറയുമ്പോൾ വളരെ കഴിവുകളുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ വിധത്തിൽ നശിച്ചു പോയല്ലോ. ഇത് എല്ലാവർക്കും പാഠമാണ്, പ്രത്യേകിച്ചും ആത്മിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പാഠമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതം നയിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ, ഇത്തരത്തിലുള്ള ബലഹീനതകൾ, സാംസൺ അല്ലെങ്കിൽ ശിംശോൻ ഉണ്ടായിരുന്നത് പോലെയുള്ള ബലഹീനതകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ബലഹീനതകൾ നിങ്ങളെ തകർത്തുകളയും. പലപ്പോഴും വളരെ പേരെടുത്തിട്ടുള്ള പല ദൈവദാസന്മാരുടെ, അഭിഷക്തന്മാർ, ദൈവപുരുഷൻ, ദൈവമനുഷ്യൻ, അപ്പോസ്തോൽ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആളുകളുടെ പിന്നാമ്പുറ രഹസ്യങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ വാർത്ത കിട്ടുമ്പോൾ നമ്മൾ ഭയപ്പെടാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ദൈവമേ, നാളെ ഇതൊരു വലിയ വാർത്തയായിട്ട് പുറത്തു വന്നാൽ എത്ര വലിയ അപമാനമായിരിക്കും ആ വ്യക്തിക്കുണ്ടാകുന്നത്, ആ വ്യക്തിയുടെ സമൂഹത്തിന് ഉണ്ടാകുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പോലെ എല്ലാ ക്രൈസ്തവ സ്നേഹിതരോടും, പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് പറയുകയാണ്, ശത്രുവല്ല നമ്മളെ തകർക്കുന്നത്. അതുകൊണ്ട് അഭിഷക്ത, നീ പാപം ചെയ്യരുത്. ദൈവസന്നിധിയിൽ വളരെയധികം കൃത്യതയോടുകൂടി ജീവിക്കണം. എല്ലാവർക്കും പാപം ചെയ്യാനുള്ള ഒരു വലിയ ചേതന, ഒരു വലിയ പ്രേരണ ശരീരത്തിലുണ്ട്. ശരീരത്തിൻ്റെ കെമിസ്ട്രിയോട് പോരാടി ജയിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അതിൽ ജയമെടുക്കണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, നല്ല കുടുംബജീവിതം ഉണ്ടാകണം, നല്ല ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം, അതൊക്കെ കാത്തു സൂക്ഷിക്കണം. ജീവിത പങ്കാളിയുമായി നല്ല ബന്ധമുണ്ടാകണം. ഇല്ല എങ്കിൽ നാളെ ഒരുപക്ഷെ ഇങ്ങനെ പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. വിവാഹത്തെക്കുറിച്ചും വിവാഹത്തിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ചും ഞാൻ അടുത്ത ദിവസം ഒരു വീഡിയോ ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. 1-2 വീഡിയോ ഈ സബ്ജക്റ്റുമായിട്ടുള്ള ബന്ധത്തിൽ നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കറിയാമല്ലോ, ഇങ്ങനെയുള്ള പോപ്പുലറായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള മെത്തേഡാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. പലർക്കും അത് മനസ്സിലാകില്ല. ആളുകൾ ചിന്തിക്കും, പാസ്റ്റർ എന്തിനാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? എൻ്റെ ആഗ്രഹം ഈ വിഷയങ്ങളല്ല. എൻ്റെ ആഗ്രഹം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് കൈമാറാനുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഗർഭചിത്രം. അതായത് ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിച്ചു എന്ന് ആ ഒരു ആരോപണം. ഞാൻ ഗർഭചിത്രത്തെക്കുറിച്ച് 2 വാക്കുകൾ പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടു. ഒരു ദിവസം എറണാകുളം പട്ടണത്തിൽ 50 ഗർഭചിത്രങ്ങൾ നടക്കുന്നുവെന്ന്. ആ സംഖ്യ എന്നെ അത്ഭുതപ്പെടുത്തി, എന്നെ ഭയപ്പെടുത്തി, നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കിനെക്കുറിച്ച് ആശങ്കപ്പെടുത്തി. ഒരു ദിവസം 50 ഗർഭചിത്രങ്ങൾ കേരളം പോലെ ഒരു കാലത്ത് കൺസർവേറ്റീവായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, യാഥാസ്ഥിതികരായ ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ പരിസ്ഥിതി? കഴിഞ്ഞ ദിവസം
നമ്മൾ ബാംഗ്ലൂരിലെ ഡോക്ടർ സുനിൽ എബ്രഹാം നൈനാനുമായിട്ട് ഗർഭചിത്രത്തെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വെച്ചിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഗർഭചിത്രം വലിയ പാപമാണ്, കൊലപാതകത്തിന് തുല്യമാണ്. ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നത് നിർബന്ധിച്ചുള്ള ഗർഭചിത്രത്തിന് വരുന്ന ശിക്ഷ ജീവപര്യന്തം തടവ് വരെ വീഴും. അത്രയ്ക്കധികം ക്രൂരമാകുന്ന ഒരു കൊലപാതകമാണ് ഗർഭചിത്രം. പലരും വിവാഹത്തെക്കുറിച്ച് ഈ നാളുകളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ പുലർത്തുന്നു. ഗർഭചിത്രത്തെക്കുറിച്ച് പല വിധത്തിലുള്ള തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പിന്നെയും സംസാരിക്കണമെന്നുണ്ട്. ഇന്ന് തൽക്കാലം ഇത്രയും മതി. അടുത്ത ദിവസങ്ങളിൽ ഈ 2 സബ്ജക്റ്റുകൾ, അതായത് വിവാഹത്തെക്കുറിച്ചും രണ്ടാമത് എൻ്റെ ശരീരം എന്ന ഒരു ക്ലെയിം ഉണ്ടല്ലോ, എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്ന തരത്തിലുള്ള ഒരു വാദമുണ്ടല്ലോ, ഈ 2 വിഷയങ്ങളെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ പിന്നെയും വീഡിയോ ചെയ്യുന്നുണ്ട്. ചില സന്ദേശങ്ങൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.